ജീവിതത്തിൽ വിജയം കൊണ്ടുവരുവാൻ എന്ത് ചെയ്യണം? നമ്മൾ നിരന്തരം ആലോചിക്കുന്ന കാര്യങ്ങളായിരിക്കും ഇത്, അല്ലേ? നമുക്കും ജീവിതത്തിൽ നല്ല വിജയങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. എങ്ങനെയാണെന്നല്ലേ? നമ്മൾ പോകുന്ന വഴി കറക്റ്റാണെങ്കിൽ മാത്രം. എങ്ങനെ നമുക്ക് നമ്മുടെ ലൈഫിൽ വിജയങ്ങൾ കൊണ്ടുവരാം? അതിനുള്ള കുറച്ച് വഴികളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കണ്ടാൽ മാത്രമേ ഇതിനെപ്പറ്റിയൊരു ഐഡിയ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ എന്തൊക്കെയാണ് ആ വഴികളെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം, ഒരു ഗോൾ സെറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. നമുക്ക് കൃത്യമായ ലക്ഷ്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അതിനു വേണ്ടി പരിശ്രമിക്കാൻ തയ്യാറാകുകയുള്ളൂ. ലക്ഷ്യമില്ലാതെ ആരും ഒന്നിനും ഇറങ്ങിത്തിരിക്കില്ല. അതുകൊണ്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ലക്ഷ്യം സെറ്റ് ചെയ്യുക. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളൊരു ലക്ഷ്യം കാണുമ്പോൾ ലക്ഷ്യം ഒരിക്കലും ചെറുതാകരുത്. നിങ്ങൾ കാണുന്ന ലക്ഷ്യം വലിയൊരു ലക്ഷ്യം തന്നെയായിരിക്കണം. നിങ്ങളുടെ ലക്ഷ്യം വലുതാണെങ്കിൽ മാത്രമേ നിങ്ങൾ അതിനു വേണ്ടി കഷ്ടപ്പെടുവാൻ തയ്യാറാവുകയുള്ളൂ. അടുത്ത പോയിന്റാണ് നല്ല ഹാബിറ്റുകൾ ഉണ്ടാക്കിയെടുക്കുക. നമ്മുടെ ഹോബിയും ഹാബിറ്റൊക്കെ നല്ലതാണെങ്കിൽ നമ്മൾ എപ്പോഴും എനർജറ്റിക് ആയിരിക്കും. പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുവാൻ നമുക്ക് വളരെയേറെ താല്പര്യമുണ്ടാകും. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാ ഹാബിറ്റും ഗുഡ് ഹാബിറ്റാണെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. നിങ്ങളുടെ ഹാബിറ്റ് മാറുന്നതിനോടൊപ്പം നിങ്ങളുടെ ലൈഫും ചേഞ്ച് ആവും. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഹാബിറ്റ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഗുഡ് ഹാബിറ്റ് മാത്രമേ ഉണ്ടാക്കിയെടുക്കാൻ പാടുള്ളൂ. അടുത്ത പോയിന്റാണ് സ്ട്രോങ് റിലേഷൻഷിപ്പുകൾ ബിൽഡ് ചെയ്യുക. റിലേഷൻഷിപ്പ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് പ്രണയം എന്നല്ല, നല്ല സുഹൃത്ത് ബന്ധങ്ങളും നല്ല റിലേഷൻഷിപ്പുകളാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് എപ്പോഴും സ്ട്രോങ് ആയിരിക്കണം. ഒരിക്കലും നിങ്ങൾ ഉടായ്പ ടീമുമായിട്ട് റിലേഷൻഷിപ്പിൽ ഏർപ്പെടാൻ പാടില്ല. ക്വാണ്ടിറ്റിയിലല്ല, ക്വാളിറ്റിയിലാണ് എപ്പോഴും കാര്യം. ഈ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും മനസ്സിൽ വെക്കുക. അടുത്ത പോയിന്റാണ് ടേക്കിംഗ് കെയർ ഓഫ് യുവർ സെൽഫ്. നിങ്ങൾ എപ്പോഴും പ്രയോറിറ്റി കൊടുക്കേണ്ടത് നിങ്ങൾക്ക് തന്നെയാണ്. ആവശ്യമില്ലാതെ നിങ്ങൾ മറ്റുള്ളവരുടെ പുറകെ പോയി നിങ്ങളുടെ വില കളയുവാൻ പാടില്ല. നിങ്ങൾ തന്നെ നിങ്ങൾക്കാദ്യം വില കൊടുക്കണം. ഇല്ലെങ്കിൽ പിന്നെ മറ്റുള്ളവരെങ്ങനെ നിങ്ങൾക്ക് വില നൽകും? ഇനി നിങ്ങൾ പുതുതായി റിലേഷൻഷിപ്പിൽ ഏർപ്പെടാൻ പോകുന്ന ഒരാളാണെങ്കിൽ ഈ കാര്യം കൂടി നിങ്ങൾ ഓർത്തു വെച്ചോളൂ. ഒരിക്കലും നിങ്ങൾ ഒരാളുടെ മുന്നിലും പ്രണയത്തിന് വേണ്ടി യാചിക്കുവാൻ പാടില്ല. അവിടെ പോകുന്നത് നിങ്ങളുടെ വില തന്നെയാണ്. നിങ്ങളുടെ വില കളഞ്ഞ് അവരുടെ പുറകെ പോയാൽ അവർ നിങ്ങളെ തിരിച്ചു സ്നേഹിക്കണമെന്നില്ല. പക്ഷേ അവിടെ പോകുന്നത് നിങ്ങളുടെ വിലയാണ്. ഈ കാര്യം റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, എന്തൊരു കാര്യത്തിലും ഏതൊരു സ്ഥലത്തും നിങ്ങൾ നിങ്ങളുടെ സ്റ്റാൻഡ് വിട്ട് കളിക്കുവാൻ പാടില്ല. എപ്പോഴും നിങ്ങൾക്ക് നിങ്ങൾ വില നൽകണം. അടുത്ത പോയിന്റാണ് പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുവാൻ ശ്രമിക്കുക. എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ പുതിയ പുതിയ സ്കില്ലുകൾ നിങ്ങൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ഒന്നുമില്ലെങ്കിൽ ഒരു നല്ല ബുക്ക് എടുത്ത് ഡെയിലി ഒരു 10 പേജ് നിങ്ങൾ വായിച്ചു നോക്ക്. നിങ്ങൾക്ക് ലൈഫിൽ മാറ്റം വരുന്നത് കാണാം. നിങ്ങൾ പുതിയ പുതിയ സ്കില്ലുകൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഓരോരോ എക്സ്പീരിയൻസുകളാണ് ഉണ്ടാകുന്നത്. എക്സ്പീരിയൻസിൽ നിന്ന് വേണം നിങ്ങൾ ഓരോ കാര്യങ്ങളും പഠിച്ചെടുക്കുവാൻ. അടുത്ത പോയിന്റാണ് ബീയിങ് റെസിലിയൻറ്റ്. ഈ ഒരു കാര്യം കൊണ്ട് അർത്ഥമാക്കുന്നത്, നിങ്ങൾക്ക് എന്തായാലും ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ തെറ്റുകൾ പറ്റിയിട്ടുണ്ടാവും. നിങ്ങൾ ആ തെറ്റുപറ്റിയ കാര്യത്തെ ഓർത്ത് വിഷമിച്ചിരിക്കാതെ അതിൽ നിന്നും ഓരോ പാഠം പഠിക്കാനുണ്ടെന്ന് നിങ്ങൾ കരുതുക. തെറ്റുപറ്റാത്ത മനുഷ്യരില്ല. നമ്മൾ അതിൽ നിന്നൊക്കെ ഓരോ പാഠം പഠിക്കുകയാണ് വേണ്ടത്. എന്ത് തെറ്റുപറ്റിയാലും അതിൽ നിന്നും നമുക്കൊരു പാഠം ഉൾക്കൊള്ളാനാണെന്ന് മനസ്സിലാക്കുക. അടുത്തൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്, നിങ്ങൾ എപ്പോഴും ഓപ്പൺ മൈൻഡുള്ള ഒരാളായിരിക്കണം. മാത്രമല്ല, നിങ്ങളുടെ റിയൽ ക്യാരക്ടർ എങ്ങനെയാണോ അങ്ങനെ മാത്രമേ എപ്പോഴും നിങ്ങൾ പെരുമാറുവാൻ പാടുള്ളൂ. കാരണം എന്തെന്നാൽ, ഓപ്പൺ മൈൻഡുള്ളവരെ ആളുകൾക്ക് വളരെ ഇഷ്ടമാണ്. എന്ന് വിചാരിച്ച് നിങ്ങൾ എല്ലാ കാര്യവും എല്ലാവരുടെ മുമ്പിലും പറയണമെന്നല്ല. പറയേണ്ട കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി ഓപ്പൺ മൈൻഡോട് കൂടി മാത്രമേ പറയാൻ പാടുള്ളൂ. ഇനിയൊരു പ്രധാനപ്പെട്ട കാര്യം, ആർക്കു വേണ്ടി നിങ്ങൾ നിങ്ങളുടെ റിയൽ ക്യാരക്ടർ മാറ്റരുത്. നിങ്ങൾ ഏതൊരാളോട് പെരുമാറുമ്പോഴും നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളുടെ ആ ക്യാരക്ടർ വെച്ച് മാത്രമേ അവരോട് പെരുമാറുവാൻ പാടുള്ളൂ. അവരുമായി പിന്നീട് കൂടുതൽ അടുക്കുമ്പോൾ പെട്ടെന്നൊരു ദിവസം നിങ്ങളുടെ റിയൽ ക്യാരക്ടർ പുറത്തു വന്നാൽ അവർക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ച് കൊണ്ടുവരൂ. നിങ്ങൾ വിജയത്തിലേക്ക് എത്തുന്നത് കാണാം.